കാലം മാറി, നാം മാറി, പക്ഷേ ചില ഓർമ്മകൾ ഒരിക്കലും മങ്ങില്ല. അമ്മയുടെ സാരി, കുട്ടികളുടെ ബാപ്റ്റിസം ഡ്രസ്സ്, പഴയ സ്റ്റീൽ അലമാര, ഓർമ്മകൾക്ക് ഒരിക്കലും എക്സ്പയറി ഇല്ല. ഇന്ന് അലമാര അവിചാരിതമായി തുറന്നപ്പോൾ കണ്ട ബ്ലൂ സാരി എൻ്റെ ഡിഗ്രി ഫെയർവെല്ലിന് യൂസ് ചെയ്തതാണ്. പിന്നെ എൻ്റെ തന്നെ വെഡ്ഡിങ് സാരിയാണ്. വെഡ്ഡിങ് സാരി എന്ന് പറയുമ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പ് ജയലക്ഷ്മി എറണാകുളത്ത് നിന്ന് എടുത്തതാട്ടോ. ഒരുപാട് ഓർമ്മകൾ വന്നു എടുക്കാൻ പോയ ദിവസമൊക്കെ. പിന്നെ അതിൻ്റെ ബ്ലൗസും ഉണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെച്ചു. അതിനുശേഷം എൻ്റെ മന്ത്രകോടിയാണിത്. ഇതും എറണാകുളം ജയലക്ഷ്മി എന്നാണ് എടുത്തത്. അതിൻ്റെ ബ്ലൗസും ഉണ്ടായിരുന്നു, അത് മടക്കി വെച്ചു. ഒരുപാട് ഓർമ്മകളും അതൊക്കെ വന്നു. ഒരുപാട് പേരെ മിസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് എൻ്റെ പപ്പയെ. പിന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ കുഞ്ഞുടുപ്പാട്ടോ. ബാപ്റ്റിസം ഡ്രസ്സാണ് എൻ്റെ മോൻ്റെ. 13 വയസ്സായി. അവനിപ്പോൾ 13 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവനെ എടുത്ത് കാണിച്ചപ്പോൾ അവൻ്റെ മുഖത്തുള്ള ചിരി കണ്ടപ്പോൾ ആ ഒരു നൊസ്റ്റു. പിന്നെ അതിനുശേഷം 2019 നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത പേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പേജ്, ആ പേര് ഞാൻ മറന്നുപോയി, പിങ്ക് ആൻഡ് ബോയ് എന്നാണ് തോന്നുന്നത്. ആ ഒരു പേജിൽ നിന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ അവളുടെ മോളുടെ പേര് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ടിയാര, കാൻഡിൽ, ബൂട്ടീസ്, പിന്നെ എന്താണ് ഒരു ഹെയർ ബോയ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് വൈറ്റ് ടവൽ വേണമല്ലോ ബാപ്റ്റിസത്തിന്. അപ്പോൾ ബാപ്റ്റിസത്തിന് വേണ്ടി ആവശ്യമുള്ള വൈറ്റ് ടവലിൽ ഞങ്ങൾ പേരൊക്കെ എഴുതി ബാപ്റ്റിസം ഡേറ്റൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് അന്ന് കിട്ടിയത്. അപ്പോൾ മോളെ കാണിച്ചു കൊടുത്തു. മോക്കും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഇവൾ 2-3 പ്രാവശ്യം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് 2 വയസ്സ് വരെ ആക്ച്വലി ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഇപ്പോൾ 6 വയസ്സായി. അങ്ങനെ നൊസ്റ്റു അടിച്ചിരിക്കുന്നതായിരുന്നു. പിന്നെ എല്ലാം ഒന്നും കൂടെ അടുക്കി പരക്കി എന്താ പറയുക, കവറിൻ്റെ അകത്താക്കി ഒന്ന് മടക്കി വെച്ചു. ഞാൻ പറഞ്ഞ ഒരുപാട് മെമ്മറീസ് വന്നു കേട്ടോ ആ സമയത്ത്. ഓർമ്മകൾ അന്നത്തെ കാലത്തെ സത്യം പറഞ്ഞ ഓർമ്മകൾക്ക് ഒരിക്കലും എക്സ്പയറി ഇല്ല. ആ ഒരു സ്റ്റീൽ അലമാരയിൽ സാരി ബാഗിൻ്റെ അകത്തൊക്കെ വെച്ച സാധനങ്ങളായിരിക്കും. അപ്പം അവിചാരിതമായിട്ട് വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ പോകാൻ സമയമായപ്പോൾ ഒന്ന് അടുത്ത് കിടക്കാമെന്ന് പറഞ്ഞ് വെറുതെ അലമാര തുറന്നു നോക്കിയതാണ്. അപ്പോൾ പിന്നെ ഈ വയലറ്റ് കളർ സാരി എൻ്റെ 2010 എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വല്യമ്മ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. അതും അതിൻ്റെ കൂടെ പ്രഷ്യസ് ആയിട്ട് വെച്ചു. അങ്ങനെ അടുക്കി പെറുക്കി